ഹലോ ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അതെ, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഇന്നും ഞങ്ങൾ കണ്ണൂർ തന്നെയാണ് ഉള്ളത്. 3 ദിവസമായിട്ട് കണ്ണൂർ തന്നെയാണ്. അപ്പോൾ ഇന്നും ഞങ്ങൾ ഈവനിങ് പോവാണ്. ഇന്ന് ഞങ്ങൾ ഈവനിങ് റെഡി ആയി ഇറങ്ങി, രണ്ടാളും റെഡി ആയിട്ട് ഇറങ്ങി അമ്പലത്തിലേക്ക്. ഞങ്ങൾ ഇന്ന് പോകുന്ന അമ്പലങ്ങൾ തൃച്ചംബരം വൈദ്യനാഥ ക്ഷേത്രം, പിന്നെ തളിപ്പറമ്പ്, അങ്ങനെ 3 ക്ഷേത്രങ്ങളാണ് ഞങ്ങൾ വൈകുന്നേരം പോകാൻ വേണ്ടി പോകുന്നത്. ഏകദേശം 4:30 ആവാൻ വേണ്ടി പോകുന്നുണ്ട് അല്ലേ? അതെ, 4:30 ആവാനായിട്ട് പോകുന്നു. മഴയൊന്നുമില്ല കേട്ടോ, മഴയൊന്നുമില്ല. നല്ലൊരു മഴ ഉണ്ടാവില്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ഈ പോയി വന്നപ്പോഴെല്ലാം ഞങ്ങളുടെ ഡ്രസ്സുകളെല്ലാം, പുതിയ ഡ്രസ്സുകൾ എല്ലാം ചെളിയും എല്ലാം ആയി. സോ കണ്ടില്ലേ, നല്ല ഔട്ട്ഫിറ്റ് ആട്ടാ. കാവ്യമുണ്ട്, ആസ് യൂഷ്വൽ. എന്താ മല്ലു ദേശി ബോയ്, അങ്ങനെയാണ് പറയുന്നത്. ദേശി ബോയ് എന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല. മല്ലു ബോയ്, തനി നാടൻ കേരള ബോയ്, സോ കാണാൻ വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നു. വണ്ടി നമ്മൾ ആസ് യൂഷ്വൽ റെയിൽവേ സ്റ്റേഷനിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് വിശാലമായ പാർക്കിംഗ് റെയിൽവേ സ്റ്റേഷൻ തന്നിരിക്കുന്നതുകൊണ്ടും ഇതെടുത്താ, കാരണം ഇതെടുക്കണ്ടേ, കീ എടുക്കണ്ടേ. അപ്പൊ എന്റെ ഔട്ട്ഫിറ്റ് ആണെങ്കിൽ നല്ല രസമാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. സാരി, ട്രഡീഷണൽ സാരി. ഞാൻ പോത്തീസിന്ന് വാങ്ങിയ സാരിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. നല്ല കളർ കോംബോ, ഇഷ്ടപ്പെട്ട കളർ കോംബോ. കാരണം ചോദിച്ചു എവിടുന്നാ ഈ സാരി. ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വാങ്ങി തന്ന ഓർമ്മയില്ലേ പോത്തീസിൽ പോയപ്പോ? ഓർമ്മയില്ല, വാങ്ങി തന്നത്. അതാ, എനിക്ക് വാങ്ങി തന്ന ഓർക്കാറേ ഇല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വാങ്ങി തന്ന ഓർക്കത്തില്ലേ പോത്തീസിൽ പോയപ്പോ? പിന്നെ ഇതേ സാരി. കാരണം നല്ല സാരിയോ നല്ല ഡ്രസ്സോ ആണെങ്കിൽ മാത്രമേ അങ്ങനെ ചോദിക്കാറുള്ളൂ എടുത്ത്. അപ്പൊ എനിക്ക് തോന്നി, ഇഷ്ടപ്പെട്ടു എന്ന് തോന്നി. സോ അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം. നമ്മൾ ആദ്യം പോകുന്നത് തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഈ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. കാരണം നമ്മൾ ഇവിടെ നിയർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് ബ്ലോക്ക് കിട്ടും. ഈ സമയം കൂടെ ആയതുകൊണ്ട്, വൈകുന്നേരം സമയം കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ ആക്ച്വലി റൂമിൽ എത്തിയപ്പോൾ തന്നെ 3 മണിയായി അല്ലേ? 3 മണി കഴിഞ്ഞു. 3 മണി കഴിഞ്ഞാണ് റൂമിലെത്തിയത്. എന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്, എന്നിട്ട് പിന്നെ ഫ്രഷായി, എന്നിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം ഒരു സമയത്തിൻ്റെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ടൈം ഉണ്ടായിരുന്നു. എന്നാലും നമ്മളൊരു 5:30 മുന്നേ എത്തുമെന്നാണ് കാണിക്കുന്നത്. ഈ 3 സ്ഥലങ്ങളും പോകാനുള്ളതുകൊണ്ട് ഈ 3 സ്ഥലങ്ങളും പോകാനുള്ളത് കൊണ്ട് എങ്ങനെയാണ് എത്തുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. നോക്കാം. പകൽ ആസ്വദിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ രാത്രിയാണ് ആസ്വദിക്കുന്നത്. ഒന്നും കാണാൻ പറ്റാതെ രാത്രി ആസ്വദിക്കുന്ന സ്ഥലങ്ങളൊന്നും കാണുന്നുമില്ല. പക്ഷെ എനിവേ അതിലൊക്കെ അപ്പുറം നമ്മൾ അമ്പലത്തിൽ തൊഴാൻ പറ്റുന്നു എന്നുള്ളതാണ് അല്ലേ? കാണാം. ഇനിയും ഒരിക്കൽ പകൽ ആസ്വദിക്കാൻ വേണ്ടി വരാമല്ലോ. ആണ് ഒരു സത്യം. നമുക്ക് ഒരു തൊഴാനുള്ള ഭാഗ്യം ഭഗവാൻ തരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ നല്ല ഭംഗിയായിട്ട് 3 സ്ഥലവും തൊഴാൻ പറ്റും എന്നാണ് ആഗ്രഹിക്കുന്നത്. ആദ്യം തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അത് കഴിഞ്ഞ് വൈദ്യനാഥ ക്ഷേത്രം, അത് കഴിഞ്ഞിട്ട് തളിപ്പറമ്പ് രാജരാജേശ്വരി. അവിടെ 8 മണിക്ക് ശേഷമേ കയറാൻ പറ്റുള്ളൂ കേട്ടോ. 8 മണിക്ക് ശേഷമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. അങ്ങനെ നമ്മള് തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും പോയത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് വൈദ്യനാഥ ക്ഷേത്രത്തിൽ പോകാൻ പോവാ. ഇവിടെ തൊഴുത് കഴിഞ്ഞു. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കേട്ടോ തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കംസവധത്തിന് ശേഷം രൗദ്രഭാവത്തിലുള്ള ശ്രീകൃഷ്ണനാണ് പ്രധാന ആരാധനാമൂർത്തിയായിട്ടുള്ളത്.
കോപം ശമിപ്പിക്കാനായിട്ട് ഇവിടെ വിഗ്രഹത്തിൽ അഭിഷേകത്തിന് മുമ്പായി നിവേദ്യം അർപ്പിക്കുന്ന രീതിയൊക്കെ ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല, ഉത്സവകാലത്തെ ഈ തിടമ്പ് നൃത്തം എന്നൊരു നൃത്തമുണ്ട്. ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും വിഗ്രഹങ്ങൾ തലയിലേറ്റി ക്ഷേത്രത്തിന് ചുറ്റും ഒരു പ്രത്യേക തരത്തിലുള്ള ഡാൻസ് ചെയ്യും, നൃത്തം ചെയ്യും. അങ്ങനെയൊക്കെയുള്ള പ്രത്യേക ആചാരങ്ങളൊക്കെ ഈ അമ്പലത്തിലുണ്ട് കേട്ടോ. അതുമാത്രമല്ല, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 20-22 കിലോമീറ്ററൊക്കെ അമ്പലത്തിലേക്ക് എത്താനായിട്ടുള്ളൂ. തളിപ്പറമ്പിൽ നിന്നാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ അമ്പലത്തിലെത്താം. അപ്പോൾ കണ്ണൂർ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ കൊട്ടിയൂരൊക്കെ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും തൃച്ചംബരം അമ്പലത്തിൽ പോകണം കേട്ടോ. കാരണം വളരെയധികം പ്രത്യേകതകളുള്ള ഒരു അമ്പലമാണ് തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അപ്പോൾ പോവാൻ മറക്കണ്ട കേട്ടോ. ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. പിന്നെ അകത്താണെങ്കിലും ഷർട്ട് കയ്യിൽ പോലും കൊണ്ട് കയറാൻ പറ്റില്ല. പിന്നെ ഫോൺ അകത്ത് കൊണ്ട് കയറാൻ പറ്റില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ചോദിച്ചു പറഞ്ഞില്ല. വേസ്റ്റ് ഇല്ലായിരുന്നു. ഓരോരുത്തരും മറ്റേ പുറത്ത് മൂടുന്ന പുതപ്പില്ലാതെ പോകത്തില്ല. ഷർട്ട് ഇല്ലെങ്കിൽ അത് വേണം. സോ അങ്ങനെ ഞങ്ങൾ വൈദ്യനാഥ ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം നമ്മൾ വന്നേക്കുന്നത് കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. രോഗശാന്തി നൽകുന്ന വൈദ്യനാഥ ഭാവത്തിലുള്ള പരമശിവൻ ആണ് ഇവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നും തൃച്ചംബരം ക്ഷേത്രത്തിൽ നിന്നൊക്കെ അടുത്ത് തന്നെയാണ് വൈദ്യനാഥ ക്ഷേത്രം ഉള്ളത് കേട്ടോ. പ്രധാന പ്രത്യേകതകളെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗശാന്തിയാണ്. മാറാവ്യാധികളും പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങൾ മാറാനും ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ ഈ അമ്പലത്തിലെത്തി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 6 ഞായർ എല്ലാ മലയാള മാസത്തിലും വരുന്ന 6ാം ഞായറാഴ്ചയും പൊതുവേ വരുന്ന ഞായറാഴ്ചകളിലും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ വിശേഷമായിട്ടാണ് കേട്ടോ കാണുന്നത്. കാരണം ഇവിടെ ഞായറാഴ്ചയ്ക്കാണ് പ്രാധാന്യം. അപ്പോൾ ഞായറാഴ്ച വരാൻ സാധിക്കുന്നവരുണ്ടെങ്കിലേ ആ ഞായറാഴ്ച ഇങ്ങ് പോന്നോളൂ. അതുമാത്രമല്ല, ഉത്തര കേരളത്തിലെ പ്രധാനപ്പെട്ട 3 ക്ഷേത്രങ്ങളിലൊന്നാണ് കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം കേട്ടോ. അതും നല്ല പഴയ അമ്പലമാണ്. കാണാനൊക്കെ ഒത്തിരി ഭംഗിയാണ്. കാണാൻ മാത്രമല്ല, അവിടെ ചെന്ന് തൊഴുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിനൊരു ശാന്തിയുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത് നമ്മൾ വന്ന് തന്നെ ഭഗവാനെ നേടിക്കണ്ട് ഭഗവാന്റെ ദർശനം കിട്ടുമ്പോൾ മാത്രം കിട്ടുന്നൊരു അനുഭവമാണ്. അതെന്തായാലും നിങ്ങൾക്കും. അടുത്ത് റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് തോന്നുന്നു 11-12 കിലോമീറ്ററൊക്കെ ഉള്ളൂ. തളിപ്പറമ്പിൽ നിന്നാണെങ്കിൽ ഏകദേശം ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. മഹേശ്വര മഹാദേവനെ കണ്ടു തൊഴുതു. ഓ, ഭയങ്കര ഒരു ഇത് കേട്ടോ. വൈദ്യനാഥനെ കണ്ടു തൊഴുതു. ഭയങ്കര സന്തോഷം. ദീപാരാധന അതും ഫ്രണ്ടിൽ നിന്ന്. ഓ, ഞങ്ങൾ രണ്ടാളും സൂപ്പറായിട്ട് തൊഴുതു. ദീപാരാധന മുന്നിൽ നിന്ന് നല്ല ക്ലിയർ ആയിട്ട് തൊഴാൻ പറ്റി അല്ലേ. ഇനി അടുത്താണ് മെയിൻ ക്ഷേത്രം. നല്ല തിരക്കായിരിക്കും ഇവിടെ. ഭയങ്കര തിരക്ക് കുറവായിരുന്നു അല്ലേ അണ്ണാ? കുളമല്ലേ ഇത്? കുളമാണ്. തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം കേട്ടോ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പുരാതനവുമായ മഹാശിവക്ഷേത്രങ്ങളിലൊന്നാണ് ഈ രാജരാജേശ്വര ക്ഷേത്രം. പെരുംചെല്ലൂരപ്പൻ എന്നും ഈ ദൈവത്തിന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ സ്ത്രീകളുടെ പ്രവേശനം രാത്രി 8 മണിക്ക് ശേഷം മാത്രം, അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമേ പ്രവേശനമുള്ളൂ. പാർവതി ദേവിയും ഒന്നിച്ച് പരമശിവൻ സന്തുഷ്ടനായിരിക്കുന്ന സമയമാണിതെന്നാണ് കേട്ടോ വിശ്വാസം. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സമയത്താണ് സ്ത്രീ പ്രവേശനം. പിന്നെ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ മറ്റുള്ള ക്ഷേത്രങ്ങൾ പോലെ കൊടിമര ഇല്ല. അതൊരു പ്രധാന ഒരു ക്ഷേത്രങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. കൊടിമരയില്ലേ ക്ഷേത്രത്തിൽ. അതുപോലെ തന്നെ ആണ്ടുതോറും നടത്തുന്ന ഉത്സവങ്ങളും ഇവിടെ ഇല്ല കേട്ടോ. പ്രധാന ആചാരങ്ങൾ ഇവിടെ കൂവളത്തിൽ ഉപയോഗിക്കാറില്ല. കൂടാതെ ശിവക്ഷേത്രത്തിലെ പതിവായ ധാരയും രുദ്രാഭിഷേകവും ഒന്നും ഇവിടെ നടത്താറില്ല. വളരെ എന്തോ ഒരു പ്രത്യേകതയുള്ള അമ്പലമാണ് രാജരാജേശ്വര അമ്പലം. അതുപോലെ തന്നെ സതീദേവിയുടെ സ്വയം ദഹനത്തിന് ശേഷം, ശിവന്റെ താണ്ഡവ നൃത്തത്തിന് ശേഷം സതീദേവിയുടെ തല വീണത് ഇവിടെ എന്നാണ് കേട്ടോ കരുതപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് 1000കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട്. അതുമാത്രമല്ല, ഋഷിമാരെ ആദിത്യനെ കടഞ്ഞെടുത്തപ്പോഴേ കിട്ടിയ ചൂർണ്ണം ഉണ്ടല്ലോ, കൂട്ടിക്കുഴച്ച് നിർമ്മിച്ച് 3 ശിവലിംഗങ്ങൾ ബ്രഹ്മാവ് കൈവശപ്പെടുത്തി. പാർവതി ദേവി ഭഗവാൻ ശിവന്റെ സഹായത്താൽ ആ വിഗ്രഹങ്ങൾ വാങ്ങി പൂജിച്ച് വന്നിരുന്നു കേട്ടോ. ഒരിക്കൽ മാതന്ത മഹർഷി ശ്രീ പരമശിവനെ പൂജകൾ കൊണ്ട് സംതൃപ്തനാക്കി. പൂജയിൽ പ്രസാദവാനായ ഭഗവാൻ ശിവൻ
ശ്മശാനങ്ങളില്ലാത്ത സ്ഥലത്ത് മാത്രമേ പ്രതിഷ്ഠിക്കാവൂ എന്ന് ഉപദേശിച്ച് അതിലൊരു ശിവലിംഗം മാതന്ത മഹർഷിക്ക് സമ്മാനിച്ചു. ശിവലിംഗവുമായി എല്ലാ സ്ഥലങ്ങളും അന്വേഷിച്ചു വരുന്ന മാതന്ത മഹർഷി ഇവിടെ തളിപ്പറമ്പിൽ വരികയും ഇത് ഏറ്റവും പരിശുദ്ധമായ സ്ഥലമാണെന്ന് മനസ്സിലാക്കി ആ ശിവലിംഗം ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ ഭഗവാൻ ശ്രീരാമൻ ലങ്കയിൽ നിന്ന് രാവണ നിഗ്രഹത്തിന് ശേഷം സീതാദേവിയുമായി വിജയശ്രീ ലാളിതനായി തിരിച്ചു വരുന്ന വഴിക്ക് ശ്രീരാമൻ ഇവിടെ വന്ന് രാജരാജേശ്വരന് പൂജകൾ അർപ്പിച്ചു എന്നാണ് മറ്റൊരു വിശ്വാസം കേട്ടോ. അതുകൊണ്ടാവാം ശ്രീരാമന്റെ ബഹുമാനാർത്ഥം ഇന്നും ഭക്തജനങ്ങൾക്ക് നമസ്കാര മണ്ഡപത്തിൽ പ്രവേശനമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ രാജരാജേശ്വര സങ്കല്പത്തിലുള്ള പരമശിവനാണ്. കൂവളത്തില ഇവിടെ ഇല്ല കേട്ടോ, കൂവളത്തില ഉപയോഗിക്കാറില്ല. ഇവിടെ തുളസി ഇലയാണ് പ്രധാനം കേട്ടോ. ഇന്നത്തെ ക്ഷേത്രദർശനം ഏകദേശം അതെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതെ, അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്ന് പോയ എന്താ പറയാ, കൊട്ടിയൂരാവട്ടെ, കൊട്ടിയൂർ രാവിലെ കൊട്ടിയൂര് മൃദംഗശൈലേശ്വരി. ഇന്ന് നമ്മള് 5 ക്ഷേത്രത്തിൽ പോയില്ലേ? ഉച്ച കഴിഞ്ഞ് 3 ക്ഷേത്രം. ചിദംബരം പോയി, വൈദ്യനാഥം പോയി, ഇപ്പം രാജരാജേശ്വര പോയി. അതെ, എല്ലായിടത്തും ഭംഗിയായിട്ട് തൊഴാൻ പറ്റി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് തൊഴാൻ പറ്റും അല്ലേ? തീർത്ഥാടനം. അതെ, ഞങ്ങളുടെ ഈ തീർത്ഥാടനം വീണ്ടും തുടരുകയാണ്. ഇതിങ്ങനെ തീർത്ഥാടന വ്ളോഗുകളാണ്. ഞങ്ങള് തീർത്ഥാടന പാതയിലോട്ട് നീങ്ങിയിരിക്കുകയാണ്. അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനും കണ്ണനും കൂടിയിട്ട് ഏറ്റവും ലോങ് യാത്ര ചെയ്യുന്നതും, ഞങ്ങൾ ഒരുമിച്ച് ഏറ്റവും ലോങ് ട്രാവലിംഗ് ചെയ്യുന്നതും ഈ യാത്രയിലാണ്. ഏറ്റവും ഒത്തിരി നേരം ഒത്തിരി ദൂരം ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഈ യാത്രയിലാണ്. ഇതുവരെ ഞങ്ങൾ ഇത്രയും ലോങ്, ഞങ്ങൾ മൂന്നാർ പോയിട്ടുണ്ട്, അതുപോലെ അല്ലെങ്കിൽ അല്ലെ ഗുരുവായൂർ പോയിട്ടുണ്ട് എന്നുള്ള അല്ലാതെ ഞങ്ങൾ അതിനപ്പുറത്തേക്ക് ഇത്രയും ലോങ്, ഇത്രയും കിലോമീറ്റേഴ്സ് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് പോകട്ടെ ആദ്യമായിട്ടാണ്. സോ ഐ എം സോ ഹാപ്പി. സോ നിശാന്തിന് പിന്നെ ഈ തീർത്ഥാടന യാത്രകളായതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇഷ്ടമാണ് അമ്പലങ്ങളും അല്ലേ. ഒരു അമ്പലവാസി കുട്ടിയാണ്, അമ്പലവാസി ചെക്കര. പക്ഷെ ആന ഇല്ലാത്തതിന് ഒരു വിഷമം മാത്രമേ ഉള്ളൂ. എന്നെ കെട്ടിയവന് ആന ഇല്ലല്ലോ എന്നുള്ള ഒറ്റ ഒരു വിഷമേ ഉള്ളൂ. ആന എവിടെ ഉണ്ടെങ്കിലും, ചെറുതായിട്ടൊരു ആനക്കാട്ടം എവിടെയെങ്കിലും കിടന്നാലും അവിടെ ചാടി ഇറങ്ങുന്ന കാണുന്നവരെ നിന്നെ ഇടിക്കും കേട്ടോ, ആനപ്രേമികൾ കേട്ടോ. ഇന്നെന്താ ആനപ്പിണ്ടം, സോറി ആനപ്പിണ്ടം എവിടെയെങ്കിലും കിടന്നു കഴിഞ്ഞാലും അവിടെ ആന ഉണ്ടെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങുന്നതാ. പക്ഷെ ആന പോയിട്ട് ആനയുടെ കൂടെ പോലും അവിടെ കാണത്തില്ല. പക്ഷെ പുള്ളിക്ക് അങ്ങനെ ഒരു ക്രേവിംഗ് ഉണ്ട്. പിന്നെ ഞങ്ങള് പോകുന്നു, ഞാനും കണ്ണനും. ജ്യോതിഷും ഉണ്ട്. ഇനി ജ്യോതിഷിന്റെ അന്തപുരത്തിന്റെ ഫ്രണ്ടിലോട്ടൊന്ന് ചവിട്ടി തള്ളണം. എന്തെങ്കിലും ഒന്ന് കഴിക്കണം ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ. എന്നിട്ട് റൂമിൽ പോയിട്ട് സുഖമായിട്ട് ഉറങ്ങണം. രാവിലെ വീണ്ടും ഈ തീർത്ഥാടനം തുടങ്ങുന്നതാണ്. പക്ഷെ ഇന്ന് അടിപൊളിയായിരുന്നു കേട്ടാ, സൂപ്പറായിരുന്നു. നല്ല മഴയൊന്നും വലിയ തടസ്സമായില്ല. അതെ സൂപ്പറായിരുന്നു കേട്ടോ, കിടിലമായിരുന്നു. നല്ല ഭംഗിയായിട്ട് തൊഴാൻ പറ്റി എന്നുള്ളതാണ്. നല്ല ഭംഗിയായിട്ട് നല്ലോണം തൊഴാൻ പറ്റി. നല്ലൊരു സന്തോഷം ഇല്ലാതില്ല. സന്തോഷം നിലനിൽക്കട്ടെ. അതെ, എന്നും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവട്ടെ. ഇപ്പോൾ കാണാം. നീർദോശ. നല്ല സുഖമില്ല. ഞാൻ ടൊമാറ്റോ ഫുള്ള് ടൊമാറ്റോ ഫ്രൈ ചെയ്യുന്ന ഇത് നല്ലതായിരിക്കും. നല്ലതാണോ ഇത്? നല്ലതായിരിക്കും. ദോശ എടുത്തോ. രാവിലെ മേടിച്ചെന്നാ അതല്ല, രാവിലെ മേടിച്ചതാണ് നീർദോശ. കണ്ണൂരത്തെ സ്പെഷ്യൽ ദോശയാണ് നീർദോശയും കുറുമ, ടൊമാറ്റോ ഫ്രൈ. ഇനി നമ്മൾ പനീറിൻ്റെ ഒരു സാധനം പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കണ്ണൂർ യാത്ര വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. വൈൻഡപ്പ് ചെയ്ത് റൂമിലെത്തി. ഇന്ന് നമ്മൾ പോയത് വൈകുന്നേരം പോയത് നമ്മൾ തൃച്ചംബരം പോയി.
തിരുച്ചമ്പലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി. പിന്നെ അവിടെ നേരെ കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിൽ പോയി. അവിടെ ഭയങ്കര ഇതാണ് കേട്ടോ, മറ്റേ ശിവനാണ് അവിടുത്തെ വൈദ്യനാഥനായിട്ടുള്ള ശിവനാണ്. അതെ, സർവരോഗ നിവാരണ ദേവൻ അങ്ങനെ അറിയപ്പെടുന്നത്. അതെ, നല്ല ക്ഷേത്രമായിരുന്നു. അത് കഴിഞ്ഞ് രാജരാജേശ്വര. അപ്പോൾ അത് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അവിടെ നല്ല ഭംഗിയായിട്ട് തൊഴാനൊക്കെ പറ്റി. ഒരുപാട് ഭയങ്കര തിരക്കായിരുന്നു, ക്യൂ ആയിരുന്നു. പക്ഷെ നമ്മള് സ്പെഷ്യൽ എൻട്രി എടുത്താട്ടോ കയറിയത്. അവിടെ അങ്ങനെ സ്പെഷ്യൽ എൻട്രി ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ക്യൂവിൽ നിന്നപ്പോഴത്തേക്ക് എവിടുന്നോ ഒരു ചേച്ചി ഓടിക്കൊണ്ടെന്ന് പറഞ്ഞു, സീമയല്ലേ, അതെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് തൊഴാൻ പറ്റില്ല, സ്പെഷ്യൽ എൻട്രി ഉണ്ട്, അവിടെ പോയിട്ട് സ്പെഷ്യൽ എൻട്രി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തൊഴാന്ന് പറഞ്ഞു. 7:15 മുതൽ 8:15 വരെ തൊഴാൻ പറ്റും. 1 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ 1 മണിക്കൂർ കൊണ്ട് തൊഴുന്ന ജനം അല്ല ഉള്ളത്. അപ്പോ ഇനി നാളെ ഒരു ദിവസം കൂടി ഫൈനൽ ഡേ. ഇത്ര ദിവസങ്ങൾ പോയത് അറിഞ്ഞതേ ഇല്ലല്ലേ. ഭയങ്കര പെട്ടെന്ന് പോയി ദിവസങ്ങള്. അതെ, വെള്ളിയാഴ്ച തുടക്കത്തിൽ നമ്മള് പോവും. സോ ഇത്ര എനിക്ക് തോന്നുന്നു ഞങ്ങള് യാത്രകളിൽ ഇത്രയും ദിവസം അടുപ്പിച്ച് നിൽക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. 2 ദിവസം ഇത്രയും ദിവസം ഞങ്ങൾ ലോങ് യാത്ര ചെയ്യുന്നതും യാത്രകളിൽ ഒരുമിച്ചുള്ളതും ഒക്കെ അടിപൊളിയായിരുന്നു. ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നല്ലോ. ഫുഡ് കഴിച്ച് ഞങ്ങൾ വീഡിയോ ഒക്കെ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ജ്യോതിഷ് വീട്ടിലോട്ട് പോയി. അതെ, നാളെ രാവിലെ ജ്യോതിഷ് വരും. നാളെ രാവിലെ ഞങ്ങൾ പോകുന്നത് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക്. അവിടുന്ന് ഇങ്ങനെ തിരിച്ചു എന്നിട്ട് കുറെ അമ്പലങ്ങൾ നാളെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ സ്റ്റേ ട്യൂൺ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ബെൽ ബട്ടൺ അമർത്തുക, കമന്റ് ചെയ്യുക, അഭിപ്രായം പറയുക. യാത്രാ വ്ളോഗുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഇനി യാത്രകൾ തുടർന്നതായിരിക്കും. അല്ല, ഇങ്ങനെ യാത്ര ആദ്യമായിട്ട് ചെയ്യുന്നത് കേട്ടോ. യാത്രാ വ്ളോഗ് ചെയ്യാൻ ഇഷ്ടമാണ്. യാത്രാ വ്ളോഗുകൾ ചെയ്യാൻ നമുക്ക് ഇഷ്ടമാകുന്നുണ്ട്. ഒരുമിച്ചുള്ള യാത്രകൾ പങ്കുവെക്കാനും യാത്രകൾ ചെയ്യാനും. അപ്പോൾ യാത്രകളിലെ കൂടെ കൂട്ടുക, നിങ്ങളും കൂടെ കൂടുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.